ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഡൽഹിയുടെ വിജയക്കുതിപ്പിന് തടയിട്ട് മുംബൈ ഇന്ത്യൻസ്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ 12 റൺസിനാണ് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയത്. ഒരു T20 മത്സരത്തിൽ വിക്കറ്റുകൾക്ക് എത്ര പ്രാധാന്യമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലത്തെ മത്സരം. ചേസിംഗിൽ ആദ്യ 10 ഓവർ കഴിയുമ്പോൾ കരുൺ നായരുടെ മികച്ച ഇന്നിംഗ്സിന്റെ ബലത്തിൽ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ്. എന്നാൽ തുടർച്ചയായി വിക്കറ്റുകൾ വീണതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഒടുവിൽ മുംബൈ ഇന്ത്യൻസ് ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കി. ഇനി നമുക്ക് മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ ബോളിംഗാണ് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ സീസണിൽ റൺ ഒഴുകിയ ഒരുപാട് ഹൈ സ്കോറുകൾ പിറന്നൊരു സ്റ്റേഡിയമാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. അപ്പോൾ അങ്ങനെ ഒരിടത്ത് ആദ്യ ബാറ്റിങ്ങിനായി ഇറങ്ങുമ്പോൾ അറ്റാക്ക് ചെയ്ത് തന്നെ കളിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റോടെ തന്നെയാണ് റയാൻ റിക്കൽട്ടനും രോഹിത് ശർമ്മയും ബാറ്റ് ചെയ്ത് തുടങ്ങിയത്. ഇത്തവണയും രോഹിത് ശർമ്മയ്ക്ക് നല്ലൊരു തുടക്കം കിട്ടി. പക്ഷേ എന്നാൽ അത് കൺവേർട്ട് ചെയ്യാനായില്ല. 5-ാം ഓവറിൽ വിപ്രശ്നികത്തിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി രോഹിത് ശർമ്മ മടങ്ങി. 12 പന്തുകളിൽ നിന്ന് 18 റൺ. ഈ സീസണിലെ രോഹിത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്. അതായത് നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടും കൺവേർട്ട് ചെയ്യാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. ഇത്തവണ നമ്മുടെ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് ഓർഡറിൽ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ വിൽ ജാക്സ് ആണ് 1 ഡൗൺ ഇറങ്ങിയത്. ഇത്തവണ സൂര്യകുമാർ യാദവ് ആണ് 1 ഡൗൺ പൊസിഷനിലേക്ക് വന്നത്. അപ്പോൾ ആദ്യ പന്തിൽ തന്നെ 6 അടിച്ചുകൊണ്ടാണ് സൂര്യകുമാർ യാദവ് തുടങ്ങിയത്. എങ്കിലും പിന്നീട് കുറച്ച് സൂര്യകുമാർ യാദവിന് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഒരു പന്തിൽ 6 റൺസ് എന്ന നിലയിൽ നിന്ന് 24 പന്തിൽ 26 എന്ന നിലയിൽ ഇടയ്ക്കൊന്ന് നമ്മുടെ സൂര്യ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ഒരു സൈഡിൽ റിക്കൽട്ടൺ നല്ല രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. 25 പന്തിൽ നിന്ന് 41 റൺസ് എടുത്തു. 5 4 2 6 അടിച്ചു. അപ്പോൾ ആ ഒരു പവർ പ്ലേ ഫേസിൽ ഇവർ നേടിയത് 59 റൺസാണ്. അതായത് ഈ ഒരു നല്ല റൺ ഒഴുകുന്ന പിച്ചിലൊരു 10+ റൺ റേറ്റിൽ കുതിക്കാൻ ഡൽഹി ഇവരെ അനുവദിച്ചില്ല. അപ്പോൾ ഒരു ഡീസന്റ് പവർ പ്ലേ നമുക്ക് വിളിക്കാം. 6 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 59 റൺസ്. പിന്നീട് മിഡിൽ ഫേസിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ഡൽഹിയുടെ ഈ മത്സരത്തിലെ ഏറ്റവും മികച്ച ബോളറായ കുൽദീപ് രംഗപ്രവേശം ചെയ്യുന്നത്. കുൽദീപിന്റെ കാര്യം നമ്മൾ നമ്മുടെ മാച്ച് പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേവരെ നടന്ന എല്ലാ മത്സരങ്ങളിലും മികച്ച ഇക്കോണമി റേറ്റിൽ വിക്കറ്റുകളും നമ്മുടെ കുൽദീപ് എടുക്കുന്നുണ്ട്. ഈ മത്സരത്തിലും ആ ഒരു പ്രകടനം കുൽദീപ് തുടർന്നു. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന റിക്കൽട്ടനെ നമ്മുടെ കുൽദീപ് യാദവ് ബൗൾഡ് ആക്കി. അതിനുശേഷമാണ് തിലക് വർമ്മ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ മത്സരത്തിൽ ബോൾ ടൈം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന തിലക് വർമ്മയെ റിട്ടയർഡ് ഔട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനുശേഷം തൊട്ടടുത്ത മത്സരത്തിൽ RCBക്കെതിരെ മികച്ചൊരു 50യോടെ തിലക് വർമ്മ ഫോമിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലും തിലക് വർമ്മ ആ ഒരു ഫോം തുടർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സൂര്യകുമാർ യാദവ് ഇടയ്ക്കൊന്ന് സ്ട്രഗിൾ ചെയ്തു. പക്ഷേ പിന്നീട് വിപ്രശ്നികത്തിൽ തന്നെ ഒരു 4ഉം 6ഉം അടിച്ച് ആ ഒരു ഇന്നിംഗ്സ് പിക്കപ്പ് ചെയ്തു. അതുപോലെ തന്നെ തിലക് വർമ്മയും നല്ല രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു 60 റൺസിന്റെ മികച്ചൊരു പാർട്ട്ണർഷിപ്പ് സൃഷ്ടിക്കാൻ അവർക്കായി. ആ ഒരു പാർട്ട്ണർഷിപ്പ് കൂടുതൽ ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകുന്ന അവസ്ഥ വന്നപ്പോൾ വീണ്ടും ഡൽഹി ക്യാപിറ്റൽസിന്റെ രക്ഷകനായിട്ട് കുൽദീപ് യാദവ് അവതരിച്ചു. നമ്മുടെ സൂര്യകുമാർ യാദവിന് വിക്കറ്റ് എടുക്കുന്നതും കുൽദീപാണ്. അപ്പോൾ സൂര്യ 28 പന്തിൽ നിന്ന് 40 റൺസാണ് എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹാർദിക് പാണ്ഡ്യ വന്നു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ RCBക്കെതിരെ ഒരു ബ്ലിസ്റ്ററിംഗ് നോക്കാണ് നടത്തിയത്. പക്ഷേ ഇന്ന് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ വിപ്രശ്നികത്തിന്റെ പന്തിൽ ഹാർദിക് പാണ്ഡ്യ പുറത്തായി. 4 പന്തുകളിൽ നിന്ന് 2 റൺസ് മാത്രമാണ് എടുത്തത്. അവിടെയാണ് പിന്നീട് നമ്മുടെ നമാൻദർ വരുന്നത്. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ മിഡിൽ ഫേസ് നോക്കിയാൽ ഇവരൊരു നമ്മുടെ പവർ പ്ലേയിൽ പറഞ്ഞ പോലെ ഒരു അറൗണ്ട് 10 റൺ റേറ്റിലാണ് സ്കോർ ചെയ്തത്. അപ്പോൾ 87 റൺസ് സ്കോർ ചെയ്തു. 3 വിക്കറ്റുകളും അവർക്ക് ഇതിനിടയിൽ നഷ്ടമായി. പിന്നെ ഒരു ഫൈനൽ 5 ഓവേഴ്സ് വന്നപ്പോൾ നമാൻദർ വളരെ നന്നായിട്ട് കളിച്ചു. തിലക് വർമ്മ ഒരു സൈഡിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയി. പക്ഷേ കൂടുതൽ ഒരു അഗ്രസീവ് റോൾ കളിച്ചത്. അപ്പോൾ നമ്മുടെ മുംബൈയുടെ സ്കോർ 200 കടത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് നമാൻദറിന്റെ ഹിറ്റിംഗ് ആണ്. തിലക് വർമ്മ തുടർച്ചയായ 2ാം മത്സരത്തിലും 50 അടിച്ചു. ഇത്തവണ 33 പന്തുകളിൽ നിന്ന് 59 റൺസാണ് എടുത്തത്. 6 4ഉം 3 6ഉം അടക്കം 59 റൺസ് എടുത്തു. നമാൻദർ അവിടെ പുറത്താകാതെ 17 പന്തിൽ നിന്ന് 38 റൺസ് എടുത്തു. 3 4 2 6 അടക്കം 38 റൺസ് എടുത്തു. ഒരു 220+ സ്ട്രൈക്ക് റേറ്റിലാണ് നമാൻദർ സ്കോർ ചെയ്തത്. ഓഫ് കോഴ്സ് തിലക് വർമ്മ നന്നായിട്ട് കളിച്ചു. പക്ഷേ എങ്കിലും നമാൻദറിന്റെ ആ ഒരു നോക്കാണ്, ആ ഒരു ക്യുക്ക് നോക്കാണ് ഇവരുടെ സ്കോർ 200 കടത്തിയത്. അപ്പോൾ അവസാന ഫേസിൽ 5 ഓവറിൽ 59 റൺസാണ് എടുത്തത്. അപ്പോൾ ആ ഒരു ഫേസിൽ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു റോള് പ്ലേ ചെയ്ത് നമാൻദർ ആണ്. ഇനി നമുക്ക് ഇവരുടെ ബോളിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിച്ചൽ സ്റ്റാർക്ക് എക്സ്പെൻസീവ് ആയിരുന്നു. 3 ഓവറിൽ 43 റൺസ് കൊടുത്തു. ഇവരുടെ പിക്ക് ഓഫ് ദ ബോളർ കുൽദീപ് യാദവ് ആണ്. അപ്പോൾ ഈ ഒരു ടീം, അതായത് മുംബൈ 200+ സ്കോർ എടുത്തപ്പോൾ കുൽദീപ് യാദവ് ആകെ 4 ഓവറിൽ വിട്ടുകൊടുത്തത് 23 റൺസ് മാത്രമാണ്. 2 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. പിന്നീട് വിപ്രശ്നികം 4 ഓവറിൽ 41 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. അപ്പോൾ ഈ 2 സ്പിന്നേഴ്സൂടെ 8 ഓവറിൽ 64 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. ടോട്ടൽ ഒരു 4 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. പിന്നീട് വിക്കറ്റ് കോളത്തിൽ വന്നത് മുകേഷ് കുമാറാണ്. 4 ഓവറിൽ 38 റൺസ് കൊടുത്ത് 1 വിക്കറ്റ്. അപ്പോൾ ഇവർ നമ്മുടെ മുംബൈ ടോട്ടൽ സ്കോർ ചെയ്ത് 205 ആണ്. ഇപ്പോൾ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 206 എന്ന് പറയുന്നത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഒരു ഡോണ്ടിങ് ടാർഗറ്റ് അല്ല. അതായത് ജയിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് അല്ല. പക്ഷേ നമ്മുടെ മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗ് നോക്കിയാൽ കുറച്ച് ടഫാണ്. കാരണം പവർ പ്ലേയിൽ തന്നെ നമ്മുടെ ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹാർ ഉണ്ട്, ജസ്പ്രീത് ബുംറ ഉണ്ട്, അതുപോലെ തന്നെ സ്പിൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എളുപ്പമല്ല. എങ്കിലും ആ ഒരു ഫോം, ഡൽഹിയുടെ ഒരു ഫോം വെച്ചിട്ട് അവർക്ക് ചേസ് ചെയ്യാനാവുന്ന ടാർഗറ്റ് തന്നെയായിരുന്നു ഇത്. ഡൽഹിയുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പ്രിവ്യൂ പറഞ്ഞു, അവരുടെ ടീമിൽ മോശം ഫോമിൽ തുടരുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്ഗർക്കാണ്. ഈ മത്സരത്തിലും നേരിട്ട് ആദ്യ പന്തിൽ തന്നെ മഗ്ഗർക്ക് പുറത്തായി. ഫസ്റ്റ് ബോൾ തന്നെ ഒരു നത്തിങ് ഷോട്ട് കളിച്ചിട്ടാണ് മഗ്ഗർക്ക് പുറത്താവുന്നത്. അപ്പോൾ മഗ്ഗർക്കിന്റെ മോശം ഫോം തീർച്ചയായിട്ടും അവർക്കൊരു തലവേദനയാണ്.
അപ്പോഴാണ് നമ്മുടെ ഒരു സർപ്രൈസ് എൻട്രി. ഇപ്പോൾ ഞാൻ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഫാഫിന് ഇഞ്ചുറി ആണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇതുപോലെ സമീർ റിസ്വി ആയിരിക്കും കളിക്കുക എന്നാണ്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു സർപ്രൈസ് എൻട്രി തന്നെയായിരുന്നു. കരുൺ നായരാണ് വൺ ഡൗൺ ആയിട്ട് വന്നത്. കരുൺ നായരുടെ ഡൊമസ്റ്റിക് ഫോമിനെ പറ്റി പറയേണ്ട കാര്യം തന്നെ ഇല്ല. ഇവർ രഞ്ജി ട്രോഫിയിലായാലും വിജയ് ഹസാരെ ടൂർണമെന്റിലായാലും ഒക്കെ അൺറിയൽ കൺസിസ്റ്റൻസിയിൽ ബാറ്റ് ചെയ്ത പ്ലെയറാണ് കരുൺ നായർ. തീർച്ചയായിട്ടും കരുൺ നായർ ഡിസർവ് ചെയ്ത ഒരു അവസരം തന്നെയാണിത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അപ്പിയറൻസ് ആയിരുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സർപ്രൈസിങ് ആണെന്ന് പറഞ്ഞത്. അല്ലാതെ കരുൺ നായർ ശരിക്കും ഒരു ചാൻസ് ഡിസർവ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ കരുൺ നായർ അത് പ്രോപ്പറായിട്ട് വിനിയോഗിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പവർ പ്ലേയിൽ വന്നിട്ട് ആദ്യത്തെ പന്ത് തന്നെ നമ്മുടെ ദീപക് ചഹാറിന്റെ ഒരു ഇൻസ്വിംഗിങ് യോർക്കറാണ് നേരിടേണ്ടി വന്നത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ബോളായിരുന്നു. ദീപക് ചഹാർ വളരെ മനോഹരമായിട്ട് ആ പന്ത് എറിഞ്ഞു. പക്ഷെ ആ പന്തിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ നോക്കാൻ നമ്മുടെ കരുൺ നായറിനായി. പിന്നീട് അങ്ങോട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട്, അതിപ്പോൾ ഓഫ് സൈഡ് ആയാലും ലെഗ് സൈഡ് ആയാലും ഒക്കെ ആ ഒരു ടൈമിങ്, ഒരു ഷിയർ ടൈമിംഗ് ആണ്. അപ്പോൾ കരുൺ നായർ ബാറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ആ ഒരു കണക്ഷൻ വരുന്ന ബോളുമായിട്ടുള്ള കണക്ഷൻ വരുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ പുള്ളി എത്രത്തോളം ഒരു ഫോമിലാണെന്ന് മനസ്സിലാവും. കാരണം അത്രയും പ്രിസ്റ്റീൻ ടൈമിങ്ങും ക്ലാസും എല്ലാം കാണിച്ചു തന്നൊരു നോക്കായിരുന്നു കരുൺ നായരുടേത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പവർ പ്ലേയിൽ അവർ സ്കോർ ചെയ്ത് 72 റൺസാണ്. ഇപ്പോൾ ബൂംറ നമുക്കറിയാം, നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസ് ബോളറാണ് ബൂംറ. ആ ബൂംറയെ വരെ വളരെ അനായാസമായിട്ടാണ് നമ്മുടെ കരുൺ നായർ നേരിട്ടത്. ഈ അടുത്ത് മറ്റൊരു ബാറ്ററും ഇത്രയും ഈസി ആയിട്ട് ജസ്പ്രീത് ബൂംറയെ 4ഉം 6ഉം അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ബാറ്റിംഗ് ആണ് കരുൺ നായർ കാഴ്ചവെച്ചത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും പവർ പ്ലേയിൽ തന്നെ ഇവർ മുന്നിലെത്തി. കാരണം മുംബൈ ഇന്ത്യൻസ് പവർ പ്ലേയിൽ 59 റൺസാണ് എടുത്തത്. പക്ഷേ ഇവർ ഡൽഹി ക്യാപിറ്റൽസ് വന്നപ്പോൾ 72 റൺസായി. പിന്നീട് അങ്ങോട്ടും കരുൺ നായർ അതേ രീതിയിൽ തന്നെയാണ് ബാറ്റ് വീശിയത്. വെറും 22 പന്തുകളിൽ നിന്നാണ് കരുൺ നായർ അർദ്ധ സെഞ്ചുറി തികയ്ക്കുന്നത്. 2022 ശേഷം കരുൺ നായർ ആദ്യമായിട്ട് കളിക്കുന്ന IPL മത്സരത്തിൽ തനിക്ക് കിട്ടിയ അവസരം പരമാവധി വിനിയോഗിച്ചു. തന്നെ എന്തുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിലും ഡൽഹി ക്യാപിറ്റൽസ് മാനേജ്മെന്റ് ഫസ്റ്റ് 11ൽ പ്രിഫർ ചെയ്യണമെന്ന് കരുൺ നായർ കാണിച്ചു കൊടുത്തു. നമുക്ക് യാതൊരു കുറവുകളും കണ്ടെത്താനാകാത്ത, എന്നാൽ പുകഴ്ത്താനാണെങ്കിൽ ഇനിയും വാക്കുകൾ ഉപയോഗിച്ച് പുകഴ്ത്താനാവുന്ന ഒരു ഇന്നിംഗ്സ് ആയിരുന്നു കരുൺ നായറിൻ്റെത്. ഓപ്പണിംഗ് ഇറങ്ങി അഭിഷേക് പോറലുമായിട്ട് ചേർന്ന ഒരു 118 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പാണ് നമ്മുടെ കരുൺ നായർ ബിൽഡ് ചെയ്തത്. അഭിഷേക് പോറൽ 11ാമത് ഓവറിൽ പുറത്താവുമ്പോൾ ഓൾറെഡി ഇവർക്ക് 119 റൺസ് ഉണ്ടായിരുന്നു. 12ാം ഓവറിൽ സാനർ റിയ വന്നു. ആ ഓവറിലെ 4ാമത്തെ പന്ത് വളരെ മനോഹരമായിട്ട് ഗ്രിപ്പ് ചെയ്ത് ഒരു സ്ലൈറ്റ് ടേൺ ചെയ്ത പന്തിലാണ് നമ്മൾ കരുൺ നായറിനെ മിച്ചൽ സാൻഡർ പുറത്താക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബ്രില്യൻ ബോൾ തന്നെ വേണമായിരുന്നു ഇതുപോലൊരു നോക്ക് എൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ കരുൺ നായർ മിച്ചൽ സാൻഡറിന്റെ മതിൽ പുറത്തായി. 40 പന്തുകളിൽ നിന്ന് 12 4ഉം 5 6ഉം അടക്കം 89 റൺസാണ് കരുൺ നായർ എടുത്തത്. കരുൺ നായറിന്റെ വിക്കറ്റ് വീഴുമ്പോൾ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിന് 11.4 ഓവറിൽ 135 റൺസ് ഉണ്ട്. എന്നാൽ അതിനുശേഷമാണ് ഇവർക്ക് ഈ ഒരു ചേസിൽ വഴിതെറ്റി പോകുന്നത്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി വിക്കറ്റുകൾ വീണു. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു പുതിയ റൂളുണ്ട്. അപ്പോൾ ഡ്യൂ ഉണ്ടെങ്കിൽ 11ാമത്തെ ഓവറിന് ശേഷം ഒരു ബോൾ കൂടി അവർക്ക് എടുക്കാം. അങ്ങനെ അപ്പോൾ ആ ഒരു അവസരം മുംബൈ ഇന്ത്യൻസ് വിനിയോഗിച്ചു. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഈ മത്സരം മാറ്റിമറിച്ചത് കരൺ ശർമ്മയാണ്. ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ സൈഡിൽ നമ്മൾ കരുൺ നായറിന്റെയും അതുപോലെ കുൽദീപ് യാദവിന്റെയും പെർഫോമൻസ് പറയുമ്പോൾ ഇപ്പുറത്ത് മുംബൈ ഇന്ത്യൻസിന്റെ സൈഡിൽ പറയേണ്ടതാണ് കരൺ ശർമ്മയുടെ കാര്യം. കരൺ ശർമ്മ ഒറ്റൊരാളാണ് ഡൽഹി അനായാസം വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്ന മത്സരം മുംബൈ ഇന്ത്യൻസിന്റെ ആ ഒരു പകുതിയിലേക്ക് എത്തിച്ചത്. ട്രിസ്റ്റൻ സ്റ്റബ്സ് നമ്മുടെ കരൺ ശർമ്മയെ ഒരു സ്വീപ്പിന് ശ്രമിച്ചാണ് എഡ്ജ് ചെയ്ത് പുറത്താവുന്നത്. അതുപോലെ ഈ ഒരു ചേസിൽ ഏറ്റവും ക്രൂഷ്യൽ ആയേക്കാവുന്ന വിക്കറ്റ് KL രാഹുൽ. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഡൽഹി ക്യാപിറ്റൽസിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ മാച്ച് വിന്നിംഗ് നോക്സ് കളിച്ച പ്ലെയറാണ്. അപ്പോൾ KL രാഹുൽ നമ്മുടെ കരൺ ശർമ്മയെ ഒരു സ്ലോക്ക് സ്വീപ്പ് ചെയ്യാൻ ശ്രമിച്ചു, എഡ്ജ് ചെയ്തു. അതൊരു റിട്ടേൺ ക്യാച്ച്, ഒരു സിമ്പിൾ റിട്ടേൺ ക്യാച്ച് കരൺ ശർമ്മയ്ക്ക് കിട്ടി. അതുപോലെ ഓപ്പണർ ഇറങ്ങി അഭിഷേക് പോറലിനെ പുറത്താക്കുന്നത് നമ്മുടെ കരൺ ശർമ്മ തന്നെയാണ്. അപ്പോൾ 3 ഇമ്പോർട്ടന്റ് വിക്കറ്റുകൾ: അഭിഷേക് പോറൽ, KL രാഹുൽ, ട്രിസ്റ്റൻ സ്റ്റബ്സ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അറിയാം RCBക്കെതിരെ രാഹുലും സ്റ്റബ്സും ചേർന്നാണ് മത്സരം അവരെ ഡൽഹിയെ ജയിപ്പിക്കുന്നത്. അപ്പോൾ ആ 2 വിക്കറ്റുകളും അഭിഷേക് പോറലിന്റെ വിക്കറ്റുകളും നമ്മുടെ കരൺ ശർമ്മയ്ക്ക് കിട്ടി. 4 ഓവറിൽ വെറും 36 റൺസ് വഴങ്ങിയാണ് 3 വിക്കറ്റുകൾ നമ്മുടെ കരൺ ശർമ്മ സ്വന്തമാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക്, ഇങ്ങനെ തുടർച്ചയായിട്ട് വിക്കറ്റുകൾ പോയപ്പോഴേക്കും നമ്മുടെ ഡൽഹിയുടെ ആ ഒരു ചേസ് ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു. അപ്പോൾ ഈ ഒരു സ്പെല്ല് കഴിയുമ്പോൾ പിന്നീട് ക്രീസിൽ വിപ്രജ് നിഗവും അശുതോഷ് ശർമ്മയും ഉണ്ടായിരുന്നു. വിപ്രജ് നിഗം അന്ന് LSGയുടെ മത്സരത്തിൽ ആ ഒരു റിവൈവൽ തുടങ്ങി വെച്ച പോലെ ഒരു 4ഉം 6ഉം അടിച്ചെങ്കിലും സാനർ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഡെലിവറിയിൽ വിപ്രജ് നിഗത്തെ പുറത്താക്കി. പിന്നീട് ഈ ഒരു റെസ്പോൺസിബിലിറ്റി മൊത്തം അശുതോഷ് ശർമ്മയുടെ തോളിലായി. പിന്നീട് ബുംറ എറിയാൻ വന്നപ്പോൾ അശുതോഷ് ശർമ്മ ബൗണ്ടറികൾ കണ്ടെത്തിയെങ്കിലും ഒരു 2 ഓടാനുള്ള ഒരു ശ്രമം അത് നമ്മുടെ അശുതോഷ് ശർമ്മയുടെ റൺഔട്ടിലാണ് കലാശിച്ചത്. അതൊരു തെറ്റായ തീരുമാനമായിരുന്നില്ല. ആ ഒരു പന്തിൽ 2 ഓടുക എന്ന് പറയുന്ന ഒരു തെറ്റായ തീരുമാനമായിരുന്നില്ല. പക്ഷെ ആ ഒരു 2 ഓടാൻ വേണ്ടി ബൂംറ ഒന്ന് ജസ്റ്റ് കറങ്ങി വരേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നഷ്ടപ്പെട്ടതാണ് അശുതോഷ് ശർമ്മയുടെ റൺഔട്ടിന് കാരണമാകുന്നത്. പിന്നീട് വന്ന കുൽദീപ് യാദവ് ആയാലും മോഹിത് ശർമ്മ ആയാലും അടുത്തടുത്ത പന്തുകളിൽ റൺഔട്ടായി. അതായത് ഒരു ഹാട്രിക് ഓഫ് റൺഔട്ട്സ് ആണ് വന്നത്. അപ്പോൾ അതോടെ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്ന ഡൽഹിയുടെ പക്കൽ നിന്നും നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വിജയം തട്ടിപ്പറിച്ചെടുത്തു എന്ന് പറയാം. അപ്പോൾ കരൺ ശർമ്മയുടെ ആ ഒരു പെർഫോമൻസ്, അതുപോലെ തന്നെ തുടർച്ചയായ 3 റൺഔട്ടുകളൂടി വന്നപ്പോഴേക്കും നമ്മുടെ മുംബൈ ഇന്ത്യൻസ് അവിശ്വസനീയമായ രീതിയിൽ ഒരു 12 റൺസിന്റെ വിജയം സ്വന്തമാക്കി. ഡൽഹി ക്യാപിറ്റൽസിന്റെ 3 നിർണായക വിക്കറ്റുകൾ എടുത്ത കരൺ ശർമ്മ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. ഇപ്പോൾ ഡൽഹി ജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ
കരുൺ നായർക്ക് കിട്ടേണ്ട ഒരു മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. പക്ഷേ മുംബൈ ഇന്ത്യൻസ് വിജയിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് കരൺ ശർമ്മ തന്നെയാണ്. അപ്പോൾ കരൺ ശർമ്മയ്ക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള മാൻ ഓഫ് ദ മാച്ച് ആണ്. ആദ്യത്തെ 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങൾ തോറ്റിരുന്ന മുംബൈ ഇന്ത്യൻസിന് ഒരു റിവൈവൽ ആണിത്. അതായത് തോൽവിയുടെ അറ്റത്ത് നിന്നാണ് അവർ വിജയം പിടിച്ചെടുത്തത്. അത് അവരുടെ കോൺഫിഡൻസ് തീർച്ചയായും വർദ്ധിപ്പിക്കും. ഇനി നമ്മുടെ DC-യുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ സീസണിലെ എല്ലാ ടീമുകളും ഒരു മത്സരമെങ്കിലും തോറ്റു കഴിഞ്ഞു. ഇനി അൺബീറ്റൻ ടീമില്ല. ഇവർ വിജയത്തിലേക്ക് കുതിച്ച മത്സരമായിരുന്നു. ഇവരുടെ പ്രൈമറി ഹോമിലെ ആദ്യത്തെ മത്സരമായിരുന്നു. ഇവർ അനായാസം വിജയത്തിൽ എത്തേണ്ട ഗെയിം തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു കരുൺ നായരുടെ വിക്കറ്റ് പോയതിനു ശേഷം പിന്നീട് ആർക്കും ആ ഒരു പ്രഷർ സോക്കിൻ ചെയ്ത് പ്രോപ്പറായിട്ട് കളിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ റൺഔട്ടുകളും ഇവരെ ഹെൽപ്പ് ചെയ്തില്ല എന്ന് വേണം പറയാൻ. ഇത് ഡൽഹി ക്യാപിറ്റൽസിന് നിരാശ നൽകുന്ന പരാജയമാണ്. കാരണം വിജയത്തിൽ എത്തേണ്ട മത്സരം തോറ്റു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അവർക്ക് നിരാശ നൽകും. പക്ഷേ ഇതിലിപ്പോൾ അവർക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല. കാരണം ഒരു മത്സരം തോറ്റിട്ടുള്ളൂ. ഇപ്പോഴും പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തുണ്ട്. 5ൽ 4 ജയിച്ചു. അതുകൊണ്ട് ആശങ്കപ്പെടാനൊന്നും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഈ മത്സരം തോറ്റ വിധം അവരെ നിരാശപ്പെടുത്തും. ഈ മത്സരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.